ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് തക്കാളി വെച്ചിട്ടൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പം വീഡിയോക്ക് ഒന്ന് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ തക്കാളി കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് പാൻ വെച്ച് ചൂടായതിനു ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3 ചെറിയ ചുവന്നലും ചെറിയൊരു പീസ് ഇഞ്ചി ചെറുത് മതി, അത് കുനുകുനാ അരിഞ്ഞിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് എണ്ണയിലിട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൂടുള്ളൂ. അതിനുശേഷം അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ താരമായ തക്കാളി വേണം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 7 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പച്ച പോലത്തെ തക്കാളി നല്ല അതായത് ഹാർഡായിട്ടുള്ള പോലത്തെ തക്കാളി എടുക്കരുത്. നമ്മൾ പഴുത്തത് നല്ല നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഞെങ്ങുന്ന പോലത്തെ ഇല്ലേ, അതായത് പഴുത്തത് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ കേട് വരാനായിട്ട് ഇരിക്കണൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് പഴുത്ത് നല്ല പഴുപ്പ് കൂടിയത് അതുപോലത്തെ ഒക്കെ എടുത്ത് ആകുമ്പോൾ നമ്മളെ കറി പെട്ടെന്നാവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അതുപോലത്തെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊന്ന് ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് പഴുത്തത് പറഞ്ഞിട്ട് ഇനി ചീഞ്ഞതോ അതായത് ആയതോ അങ്ങനത്തെ രീതിയിലുള്ളൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ അത് അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പഴുത്തത് നമുക്കറിയില്ല, പിടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഞങ്ങൾ ഉണ്ടാവും, അതിന് എടുക്കുക. ശേഷം ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എരിവുള്ളതാണെങ്കിൽ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിന് ശേഷം 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണ് ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോണം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം തന്നെ ഈ പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഒരുവിധം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് പഴുത്ത തക്കാളി നല്ല നോക്കിയെടുക്കാൻ പറയുന്നത്. പച്ച ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കുക. പച്ചമണം പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കറി ഇവിടെ ആ പച്ചമണമൊക്കെ പോയിട്ട് ഒന്ന് സെറ്റായിട്ട് നമുക്ക് തുറന്നൊന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയെടുക്കുക. കാരണം ചിലവർ കറിയിൽ ഇങ്ങനെ മുക്കി ജസ്റ്റ് തൊട്ട് കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ആക്കിയെടുക്കുക. ഞാനൊക്കെ കറിയുടെ ഉസ്താദാണെങ്കിൽ കറി നല്ല വേണം. പക്ഷേ ഈ കറി ഒരുപാട് അങ്ങോട്ട് ലൂസാക്കി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കുറുകിയ ടൈപ്പിൽ വേണം എടുക്കാൻ. കുറച്ചൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ കറിയാണെങ്കിൽ നമുക്ക് 3 നേരം ഈ കറി തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും ഉച്ചയ്ക്കും ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ രാത്രി ഇനി ചപ്പാത്തിയോ എന്തുണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്മാവിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒന്നുകൂടി ഒഴിച്ചിട്ട് ഞാനത് അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ തുറക്കരുത്. പിന്നെ നമ്മൾ കഴിക്കാൻ എപ്പോഴെടുക്കുന്നത് അപ്പോൾ തുറന്നാൽ മതി കേട്ടോ. വേണ്ട, നല്ല കുറുകിയ ടൈപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് ലൂസാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതാണ് അതിൻ്റെ സ്റ്റേജ്. അപ്പോൾ ഈ ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് 3 നേരം എന്താണ് നമ്മൾ കഴിക്കുന്നത് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ദോശ ഇഡ്ഡലി എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. ഈസിയാണ് ഉണ്ടാക്കാൻ. ഇനി പഴുക്കാറായത് കളയാനായിട്ട് വെക്കേണ്ട തക്കാളിയൊന്നും, ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.